കൂട്ടുകാരെ, ഒരു മെറ്റലിനെ എങ്ങനെയാണ് അതിന്റെ ഓറിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തെടുത്ത് പ്യൂരിഫൈ ചെയ്തെടുക്കുക എന്നുള്ളതിന്റെ 4 സ്റ്റെപ്പുകൾ നിങ്ങൾ പരിചയപ്പെട്ടു. ആദ്യം കയ്യിലിരിക്കുന്ന ഓറിനെ നന്നായി പൊടിക്കുക. 2 ഓറിനൊപ്പമുള്ള ഇമ്പ്യൂരിറ്റീസിനെ നീക്കം ചെയ്യുക. ഓറിന്റെ കോൺസെൻട്രേഷൻ കൂട്ടുക. അത് കോൺസെൻട്രേഷൻ. ഇനി ആ കോൺസെൻട്രേറ്റഡ് ഓറിൽ നിന്നും, ഓറെന്ന് പറയുന്നത് മെറ്റലിന്റെ കോമ്പൗണ്ട് ആണ്, അതിൽ നിന്നും മെറ്റലിനെ മാത്രമാക്കി മാറ്റിയെടുക്കാൻ ആദ്യം ഓറിനെ ഓക്സൈഡ് ഫോമിലേക്ക് മാറ്റുക, ഓക്സിഡേഷൻ. ദെൻ ഓറിൽ മെറ്റലിനൊപ്പം കാണപ്പെടുന്ന ഇലക്ട്രോ നെഗറ്റീവ് എലിമെന്റിനെ റിമൂവ് ചെയ്യുക, അതിന്റെ പേര് റിഡക്ഷൻ. ഈ ഓക്സിഡേഷൻ റിഡക്ഷൻ ഇൻവോൾവ് ചെയ്യുന്ന 3ാമത്തെ സ്റ്റെപ്പിന്റെ പേര് എക്സ്ട്രാക്ഷൻ. അപ്പൊ ആദ്യം കയ്യിലിരിക്കുന്ന ഓറിനെ നന്നായി പൗഡർ ചെയ്യുന്നു, 2ാമത് അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, 3ാമതായി ഓറിനെ ഓക്സിഡേഷൻ നടത്തി പിന്നെ റെഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഓറിനെ ആദ്യം ഓക്സൈഡ് ഫോമിലേക്ക് മാറ്റിയിട്ട് റെഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഓറിൽ നിന്നും മെറ്റൽ മാത്രമായി കിട്ടുന്നു, ഓറിൽ ബാക്കിയുള്ള എലമെന്റ്സ് എല്ലാം റിമൂവ് ചെയ്യപ്പെടുന്നു. ഇനി ഇതിനെ പ്യൂരിഫൈ ചെയ്യുന്ന 4ാമത്തെ സ്റ്റെപ്പ് നിങ്ങൾ പഠിച്ചു, റിഫൈനിങ്. അപ്പൊ ഈ 4 സ്റ്റെപ്പുകളിലൂടെ പാസ് ചെയ്താൽ ഏത് മെറ്റലിനെയും നിങ്ങൾക്ക് ഓറിൽ നിന്ന് വേർതിരിച്ചെടുക്കാം. അപ്പൊ ഞാൻ 4 മെറ്റൽസിന്റെ കേസാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. 4 സ്റ്റെപ്പുകൾ നിങ്ങൾക്കറിയാം. ഈ 4 സ്റ്റെപ്പുകളിലൂടെ സിങ്ക്, അലുമിനിയം, ദെൻ അയൺ, കോപ്പർ, 4 മെറ്റൽസിനെ എങ്ങനെ പ്യൂരിഫൈ ചെയ്യാൻ ഞാൻ പറയാൻ പോകുക. സോ കൂട്ടുകാരെ, ആദ്യം സിങ്ക്. നിങ്ങൾക്ക് സിങ്ക് ബ്ലെൻഡിൽ നിന്നോ അല്ലെങ്കിൽ കലാമിനിൽ നിന്നോ ഐസൊലേറ്റ് ചെയ്യാം. കലാമിൻ എന്ന് പറഞ്ഞാൽ ഇസഡൻസിംഗ്. അപ്പോൾ സിങ്ക് ബ്ലെൻഡിൽ നിന്നോ കലാമിനിൽ നിന്നോ ഐസൊലേറ്റ് ചെയ്യാം. എന്തായാലും ആദ്യ സ്റ്റെപ്പ് ഏത് ഓറ് നിങ്ങൾക്ക് കൈ കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ക്രഷിംഗ് പൗഡറിങ് നടത്തണം. അപ്പൊ സിങ്ക് ബ്ലെൻഡിൽ നിന്നോ കലാമിനിൽ നിന്നോ എക്സ്ട്രാക്ട് ചെയ്യാം. ആദ്യത്തെ സ്റ്റെപ്പ് ഇത് രണ്ടിൽ ഏത് ഓറായാലും എന്ത് ചെയ്യണം? സ്റ്റെപ്പ് 1 നിങ്ങൾ കയ്യിലിരിക്കുന്ന ഓറിനെ നന്നായി പൊടിക്കുക, ക്രഷിംഗ് ആൻഡ് പൗഡറിങ്. ഫ്രണ്ട്സ്, അപ്പൊ 2ാമത്തെ സ്റ്റെപ്പ് എന്താ? സ്റ്റെപ്പ് നമ്പർ 2 എന്ന് പറയുന്നത് ഈ ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഏത് ഓറാണ് ഇപ്പൊ നമ്മൾ സെലക്ട് ചെയ്യാൻ പോവുക? നമ്മൾ സിങ്കിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക സിങ്ക് ബ്ലെൻഡിൽ നിന്നാണ്, ലാർജ് സ്കെയിൽ. അപ്പൊ സിങ്ക് ബ്ലെൻഡിൽ നിന്നാ അപ്പൊ ഇസഡനെസിനെയാണ് എക്സ്ട്രാക്ട് ചെയ്യേണ്ടത്, കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ കോൺസെൻട്രേഷൻ നോക്കൂ. അപ്പൊ 2ാമത്തെ സ്റ്റെപ്പ് കോൺസെൻട്രേഷൻ ആണ്. നമ്മൾ കലാമിനിൽ നിന്നല്ല സിങ്ക് ബ്ലെൻഡ്, എവിടെയെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ തെറ്റിപ്പോകുന്നത്. സ്റ്റെപ്പ് നമ്പർ 2 കോൺസെൻട്രേഷൻ. കലാമിനിൽ നിന്നല്ല സിങ്ക് ബ്ലെൻഡിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കുക. അതാണ് നമ്മൾ കുറച്ചുകൂടി ഇൻഡസ്ട്രിയൽ സിങ്കിനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഓർ. കോൺസെൻട്രേഷൻ നിങ്ങൾക്ക് അറിയാലോ, ഇത് സൾഫൈഡ് ഓറാ. സൾഫൈഡ് ഓറുകളെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പ്രോസസിന്റെ പേര് ഫ്ലോട്ടേഷൻ. എന്താ ഫ്ലോട്ടേഷൻ? പൗഡേർഡ് ഓറിനെ വാട്ടറുമായി ചേർത്ത് റെക്ടാംഗിൾ ഇടുന്നു. ആ ഓറിനെ വെള്ളം നനയ്ക്കാതിരിക്കാനും ഓയിൽ നനയ്ക്കാനും വേണ്ടി നമ്മൾ പൈൻ ഓയിലോ ഫാറ്റി ആസിഡോ കളക്ടറായിട്ട് ആഡ് ചെയ്യും. പതയുണ്ടാക്കാൻ വേണ്ടി ഫ്രോത്ത് സ്റ്റെബിലൈസറായിട്ട് അനിലിനോ ക്രിസോളോ ആഡ് ചെയ്യും. ഒരു റൊട്ടേറ്റിംഗ് പാഡിൽ ഉപയോഗിച്ച് മിക്സ് ചെയ്യുമ്പോൾ പതയുണ്ടാവും. പതയ്ക്കൊപ്പം ലോ വെയ്ഡ് സൾഫൈഡ് ഓറുകൾ മുകളിലേക്ക് കയറി വരും. ആ പത കളക്ട് ചെയ്താൽ ഓറിനെ കിട്ടും. അതാണ് കോൺസെൻട്രേഷൻ ഫ്ലോട്ടേഷൻ. സ്റ്റെപ്പ് നമ്പർ 3 എക്സ്ട്രാക്ഷൻ. അതായത് സിങ്ക് സൾഫൈഡിൽ നിന്നും സിങ്ക് മാത്രമായി പുറത്തെടുക്കണം. എക്സ്ട്രാക്ഷന് 2 സ്റ്റെപ്പുകൾ ഉണ്ടെന്ന് കൂട്ടുകാർക്ക് അറിയാം. ആദ്യത്തേത് ഓക്സിഡേഷൻ. നോക്കൂ, ഇസഡൻ എസിന്റെ ഫോമിലാണ് കാണപ്പെടുന്നത്. അപ്പൊ അതിനെ ഓക്സൈഡ് ഫോമിലേക്ക് മാറ്റണം അല്ലെ. അതിന് ഓക്സിജനുമായി ചേർത്ത് ചൂടാക്കണം. ZnS+O2 gives. അപ്പൊ ആ ഓക്സിജനുമായി ചേർത്ത് ചൂടാക്കുന്ന എക്സസ് ഓഫ് ഓക്സിജന്റെ പ്രസൻസ് ചൂടാക്കുന്ന സ്റ്റെപ്പിന്റെ പേരെന്താ? റോസ്റ്റിംഗ്. അപ്പൊ ഓക്സിഡേഷന് കാൽസിനേഷനോ റോസ്റ്റിംഗോ ഉപയോഗിക്കാം. ഇപ്പൊ സിങ്ക് കാണപ്പെടുന്ന സൾഫൈഡ് ഫോമില, അപ്പൊ ഓക്സൈഡ് ഫോമിലേക്ക് മാറ്റണമെങ്കിൽ എക്സസ് ഓഫ് ഓക്സിജൻ പ്രസൻസ് ചൂടാക്കണം. ഇനി ZnCO3 എഴുതി ഇവിടെ ഓക്സിജൻ ഉണ്ട്. അപ്പൊ എക്സസ് ഓഫ് ഓക്സിജൻ പ്രസൻസ് ചൂടാക്കണ്ട. അങ്ങനെയാണെങ്കിൽ കാൽസിനേഷൻ മതിയായിരുന്നു. ശരി, ഇപ്പൊ എന്ത് സംഭവിക്കും നോക്കൂ. 2ZnS+3O2 is 2ZnO+2SO2. നോക്കൂ, 2Zn, 2 ഒഴിവായി ചേർന്ന് 2ZnO, ബാക്കി 2 സൾഫർ, ബാക്കിയുള്ള 4 ഓക്സിജൻ ചെയ്യുമ്പോൾ 2SO2. Then be reduction. സിങ്കിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ റെഡ്യൂസിംഗ് ഏജന്റിനെ സെലക്ട് ചെയ്യണം. എങ്ങനെ റെഡ്യൂസിംഗ് ഏജന്റ് സെലക്ട് ചെയ്യുന്നത്? എല്ലിഹാ ഡയഗ്രം നോക്കുക. തെർമോഡൈനാമിക് പ്രിൻസിപ്പിൾസ് അനുസരിച്ച് സിങ്കിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റൂ. ഇത് ഹൈലി റിയാക്റ്റീവ് മെറ്റല. അപ്പൊ റിഡക്ഷൻ ഇലക്ട്രോ കെമിക്കൽ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഏതേ പറ്റൂ? തെർമോഡൈനാമിക് പ്രിൻസിപ്പിൾസ് പറ്റൂ. നോക്കൂ, തെർമോഡൈനാമിക്സ് അനുസരിച്ച് എല്ലിഹാ ഡയഗ്രത്തിൽ സിങ്ക് ഓക്സൈഡായി മാറുന്ന ലൈനിന് താഴെ കിടക്കുന്ന റെഡ്യൂസിംഗ് ഏജന്റിനെ ഏതിനെയും നിങ്ങൾക്ക് റെഡ്യൂസ് ചെയ്യാൻ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇത്രയും അറിഞ്ഞിരിക്കുക, ഒരു റെഡ്യൂസിംഗ് ഏജന്റ് ഒരു മെറ്റലിനെ റെഡ്യൂസ് ചെയ്യണമെങ്കിൽ റെഡ്യൂസിംഗ് ഏജന്റ് അതിന്റെ ഓക്സൈഡായി മാറുന്നതിന്റെ ഗിബ്സ് എനർജി വാല്യൂ മെറ്റൽ അതിന്റെ ഓക്സൈഡായി മാറുന്നതിന്റെ ഗിബ്സ് എനർജി വാല്യൂവിനേക്കാൾ കൂടുതൽ നെഗറ്റീവ് ആയിരിക്കണം അല്ലെ. അപ്പോ റെഡ്യൂസിംഗ് ഏജന്റ് അതിന്റെ ഓക്സൈഡായി മാറുന്നതിന്റെ ഗിബ്സ് എനർജി വാല്യൂ കൂടുതൽ നെഗറ്റീവ് ആയിരിക്കണം. അല്ലെങ്കിൽ എല്ലിഹാ ഡയഗ്രത്തിൽ താഴെ കിടക്കണം.
900 കെൽവിനിൽ കോക്ക് അതിന്റെ ഓക്സൈഡായി മാറുന്ന ലൈൻ സിങ്ക് ഓക്സൈഡിന്റെ താഴെയാണ്. അഥവാ സിങ്ക് ഓക്സൈഡായി മാറുന്നതിന്റെ ഗിബ്സൺ ചേഞ്ചിനേക്കാൾ കൂടുതൽ നെഗറ്റീവ് ആണ്. കോക്ക് അതിന്റെ ഓക്സൈഡായി മാറുന്നതിന്റെ ഗിബ്സൺ ചേഞ്ചിന്റെ വാല്യൂ 900 കെൽവിന് മുകളിൽ, എബോവ് 900 കെൽവിൻ. അപ്പൊ എബോവ് 900 കെൽവിനിൽ സിങ്ക് ഓക്സൈഡ് നിങ്ങൾ കോക്കുമായി ചേർത്താൽ എന്തായിട്ട് മാറും? സിങ്ക് ഓക്സൈഡ് നിങ്ങൾ കോക്കുമായി ചേർത്താൽ എന്തായിട്ട് മാറും? Zn+CO. റിഡക്ഷൻ നടന്നു, സിങ്ക് കിട്ടി. ഇനി ഇങ്ങനെ കിട്ടിയിരിക്കുന്ന സിങ്കിനെ പ്യൂരിഫൈ ചെയ്യണം. സ്റ്റെപ്പ് 4 റിഫൈനിങ്. റിഫൈനിങ് നടത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുക സിങ്ക് ലോ ബോയിലിംഗ് മെറ്റലാണ്. സോ ഡിസ്റ്റിലേഷൻ വഴി റിഫൈനിങ് നടത്താം. അപ്പൊ സിമ്പിൾ ആയ 4 സ്റ്റെപ്പുകൾ. ഒന്നാമത് ക്രഷിംഗ് ആൻഡ് പൗഡറിംഗ്. സൾഫൈഡ് ആയതുകൊണ്ട് ഫോർത്ത് ഫ്ലോർ സിസ്റ്റം കോൺസെൻട്രേറ്റ് ചെയ്തു. ഓക്സിഡേഷൻ നടത്തി, അതിന് റോസ്റ്റിംഗ് ആണ് സെലക്ട് ചെയ്തത്, ഓക്സൈഡായി. ദെൻ റിഡക്ഷൻ നടത്തി സ്യൂട്ടബിൾ റെഡ്യൂസിംഗ് ആൻഡ് ഉപയോഗിച്ചപ്പോൾ മെറ്റലിനെ കിട്ടി. അതായത് കോമ്പൗണ്ടിൽ നിന്നും മെറ്റൽ മാത്രം കിട്ടി. ഇനി അതിനെ റിഫൈനിങ് നടത്തി പ്യൂരിഫൈ ചെയ്തു. സോ ഇതേ മെത്തേഡിൽ ഇനി നമുക്ക് 3 മെറ്റൽസ് കൂടി പഠിക്കണം. അപ്പൊ രണ്ടാമതായി നമ്മൾ പറയുക ബോക്സൈറ്റിൽ നിന്നുള്ള അലുമിനിയത്തിന്റെ എക്സ്ട്രാക്ഷൻ ആണ്. സോ അലുമിനിയം എങ്ങനെയാണ് അലുമിനിയത്തിന്റെ ഓറായ ബോക്സൈറ്റിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. സോ അപ്പോ അലുമിനിയം ഫ്രം ബോക്സൈറ്റ് ഏതാണ്? Al2O3 എക്സ് നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾസ് ആണെന്ന് സങ്കല്പിച്ചു. സോ കൂട്ടുകാരെ സ്റ്റെപ്പ് നമ്പർ 1. അപ്പൊ ഒന്നാമത്തെ സ്റ്റെപ്പ് നിങ്ങൾക്ക് അറിയാം. ഏത് ഓറിനെ കിട്ടിയാലും ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ക്രഷിംഗ് ആൻഡ് പൗഡറിംഗ്. കയ്യിലിരിക്കുന്ന ഓറിനെ നന്നായി പൗഡർ ചെയ്തെടുക്കും. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? കോൺസെൻട്രേഷൻ. അപ്പൊ നോക്കൂ, അലുമിനിയത്തിന്റെ ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഏത് വഴിയാണ് നിങ്ങൾക്ക് അറിയാം. അലുമിനിയം, ഗോൾഡ്, സിൽവർ എന്നിങ്ങനെയുള്ള ഓറുകളാണെങ്കിൽ നമ്മൾ കോൺസെൻട്രേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക് ലീച്ചിങ്. അലുമിനിയം ആണെങ്കിൽ ലീച്ചിങ് ബൈ യൂസിങ് NaOH. അപ്പൊ ഇത് ഡീറ്റെയിൽ ആയിട്ട് കുട്ടികളെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അലുമിനിയത്തിന്റെ ഓർ ബോക്സൈറ്റ് Al2O3 XH2O. അതിനെ ആദ്യം നമ്മൾ പൊടിക്കും, ക്രഷിംഗ് ആൻഡ് പൗഡറിംഗ്. രണ്ടാമത്തെ സ്റ്റെപ്പ് കോൺസെൻട്രേറ്റ് ചെയ്യും. കോൺസെൻട്രേഷന് വേണ്ടി നടത്തുക ലീച്ചിങ് ആണ്, നിങ്ങൾക്കറിയാം. മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്പർ 3 എക്സ്ട്രാക്ഷൻ. അപ്പൊ ഇപ്പൊ കയ്യിലിരിക്കുന്ന ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ആയ കോൺസെൻട്രേറ്റഡ് ആയ അലുമിനിയത്തിന്റെ ഓറായ Al2O3 XH2O നിന്നും അലുമിനിയം മാത്രമായി ഇങ്ങനെ വേർതിരിക്കാം. അതാണ് എക്സ്ട്രാക്ഷൻ. അതിന്റെ ആദ്യ സ്റ്റെപ്പ് ഓക്സിഡേഷൻ. നോക്കൂ, ആൾറെഡി അലുമിനിയത്തിന്റെ ഓറിൽ ഓക്സിജൻ ഉണ്ട് അല്ലെ? അപ്പൊ ഇനി ഓക്സിജന്റെ അഭാവത്തെ ചൂടാക്കിയ മതി. പേര് കാൽസിനേഷൻ. സോ കാൽസിനേഷൻ നടത്തുമ്പോൾ Al2O3 XH2O വാട്ടർ മോളിക്യൂൾസ് നഷ്ടപ്പെട്ടത് എന്തായിട്ട് മാറും? Al2O3 ആയിട്ട് മാറും. സോ ഇറ്റ് ഈസ് കാൽസിനേഷൻ. ഇനി കാൽസിയം ഓറിനെ റെഡ്യൂസ് ചെയ്യണം. ബി റിഡക്ഷൻ. നോക്കൂ, അലുമിനിയത്തെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ തെർമോഡൈനാമിക് പ്രിൻസിപ്പിൾസ് അല്ല ഉപയോഗിക്കുക. അവിടെ നമ്മളെ സഹായിക്കുക ഇലക്ട്രോ കെമിക്കൽ പ്രിൻസിപ്പിൾസ് ആണ്. അലുമിനിയം ലീസ്റ്റ് റിയാക്ട് മെറ്റൽ. അപ്പൊ ഇലക്ട്രോ കെമിക്കൽ പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്യാം. അതായത് ഇലക്ട്രോളിസിസ് വഴി റെഡ്യൂസ് ചെയ്യാം. അപ്പൊ അലുമിനിയത്തെ ഇലക്ട്രോളിസിസ് റെഡ്യൂസ് ചെയ്യുന്ന എങ്ങനെ നോക്കാം. ഈ പ്രോസസ്സിന്റെ പേര് ഹോൾ ഹെറൂട്ട് പ്രോസസ്. അപ്പൊ അലുമിനിയത്തിന്റെ റിഡക്ഷൻ പ്രോസസ്സിന്റെ പേര് മറന്നു പോകുന്നത് ഹോൾ ഹെറൂട്ട് പ്രോസസ്. അപ്പൊ കയ്യിലിരിക്കുന്ന അലുമിനിയത്തിന്റെ ഓറിനെ ആദ്യം നന്നായി പൊടിച്ചെടുത്തു. ദെൻ ലീച്ചിങ് വഴി കോൺസെൻട്രേറ്റ് ചെയ്തു. ഇനി എക്സ്ട്രാക്ഷൻ. അതിന്റെ ആദ്യ സ്റ്റെപ്പ് ഓക്സിഡേഷൻ. ഓക്സിഡേഷന് വേണ്ടി നമ്മൾ എടുക്കുക കാൽസിനേഷൻ എന്ന സ്റ്റെപ്പാണ് അല്ലെ? അപ്പോൾ Al2O3 XH2O ചൂടായപ്പോൾ വാട്ടർ മോളിക്യൂൾസ് നഷ്ടപ്പെട്ടത് Al2O3 ആയിട്ട് മാറി. ദെൻ റിഡക്ഷൻ. റിഡക്ഷൻ നടത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഹോൾ ഹെറൂട്ട് പ്രോസസ്, അതായത് ഇലക്ട്രോളിസ് നടത്താറുള്ളത്. ഇലക്ട്രോളിസ് നടത്തുന്ന ഈ സെല്ലിനെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. അപ്പൊ ഹോൾ ഹെറൂട്ട് പ്രോസസ് നടത്തുമ്പോൾ ഇവിടെ കൂട്ടുകാരെ ഇങ്ങനെ ഒരു കണ്ടെയ്നറിലാണ് നമ്മൾ റിഡക്ഷൻ പ്രോസസ് നടത്തുക. ഇവിടെ കാർബൺ കൊണ്ടൊരു കോട്ടിങ് നടത്തിയിരിക്കും. കാർബൺ ലൈനിങ് കാഥോഡായി വർക്ക് ചെയ്യും. നോക്കൂ, ഈ കാർബൺ ലൈനിങ് കാഥോഡായി വർക്ക് ചെയ്യും. കാർബൺ ലൈനിങ് കാഥോഡായി വർക്ക് ചെയ്യും. ക്ലിയർ? അവിടെ കുറെ കാർബൺ റോഡുകൾ ഇങ്ങനെ ക്ലാമ്പ് ചെയ്ത് പിടിപ്പിച്ചിരിക്കും. സോ ഇത് ആനോഡായിരിക്കും അല്ലെ? അപ്പൊ കാർബൺ റോഡുകൾ ആനോഡും കാർബൺ ലൈനിങ് കാഥോഡും. ഇനി ഇലക്ട്രോളിസിസ് നടത്തണമെങ്കിലേ കൂട്ടുകാരെ എനിക്കിവിടെ മോൾട്ടൺ ഫോമിൽ ആരെ കിട്ടണം? Al2O3 കിട്ടണം. പക്ഷേ ബോക്സൈറ്റിന്റെ മെൽറ്റിംഗ് പോയിന്റ് ഇത്തിരി കൂടുതലാണ്. അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് കൂട്ടാനും മെൽറ്റിംഗ് പോയിന്റ് കുറയ്ക്കാനും
അപ്പോൾ Al2O3 മെൽറ്റിംഗ് പോയിന്റ് ഇത്തിരി കൂടുതലാണ്, അതിനെ മോൾട്ടൺ സ്റ്റേറ്റിലാക്കിയാൽ ഇലക്ട്രോളിസ് നടത്താൻ പറ്റും. മെൽറ്റിംഗ് പോയിന്റ് കുറയ്ക്കാനും കണ്ടക്ടിവിറ്റി കൂട്ടാനുമായി Al2O3യെ ഞാൻ CaF2 Na3Al F6 ക്രയോളേറ്റുമായി ചേർത്ത് മിക്സ് ചെയ്യും. അപ്പൊ എന്തിനാ എങ്ങനെ മിക്സ് ചെയ്തെടുത്തേക്കെന്ന് മനസ്സിലായല്ലോ. ഇവർക്ക് വേറെ റിയാക്ഷൻ വേറെ റോളില്ല. പക്ഷേ ഈ റിയാക്ഷൻ നടക്കണമെങ്കിൽ, ഇലക്ട്രോളിസ് നടത്തണമെങ്കിൽ മോൾട്ടൺ സ്റ്റേറ്റിൽ കിട്ടണം, കണ്ടക്ടിവിറ്റി കൂടണം. അങ്ങനെ ബോക്സൈറ്റിന്റെ മെൽറ്റിംഗ് പോയിന്റ് കുറയ്ക്കാനും കണ്ടക്ടിവിറ്റി കൂട്ടാനും അതിനെ കാൽസ്യം ക്ലോറേറ്റ് Na3Al F6 ആയി ചേർത്ത് മിക്സ് ചെയ്യും. ഇനി ഞാൻ ഇലക്ട്രോളിസിസ് നടത്തുകയാണ്. അപ്പൊ കാർബൺ റോഡുകൾ ആനോഡ്, കാർബൺ ലൈനിങ് കാഥോഡ്, ഇലക്ട്രോളിസിസ് നടത്തി. ഇലക്ട്രോളിസിസ് നടത്തുന്ന സമയത്ത് Al2O3 ഡീകമ്പോസ് ചെയ്യുമല്ലോ. എന്നിട്ട് ആരായിട്ട് മാറും? 2 Al3+ഉം എത്ര ഓക്സിജനാ? 3 ഓക്സിജൻ 2- അപ്പൊ Al2O3 ഡീകമ്പോസ് 2 Al3+ഉം 3 ഓക്സിജൻ 2- ഉണ്ടായി. ഈ ആനയോൺസ് ആനോഡിലേക്ക് ചെല്ലും. ആനോഡിൽ ചെന്ന ശേഷം കാർബൺ റോഡുമായി ഓക്സിജൻ 2- ചേരുമ്പോൾ CO+2 ഇലക്ട്രോൺ. ഇനി 3 ഓക്സിജൻ ബാക്കിയുള്ള 2 ഓക്സിജൻ സിയുമായി ചേർന്നാലോ CO2+4 ഇലക്ട്രോൺ അല്ലെ. അപ്പോ ആനോഡിലെ കാർബണുമായി ഓക്സിജൻ 2- ചേരുമ്പോൾ CO+2 ഇലക്ട്രോൺ, 2 ഓക്സിജൻ 2- ചേർന്നാൽ CO2+4 ഇലക്ട്രോൺ. ദെൻ കാഥോഡിലെ റിയാക്ഷൻ, കാഥോഡിൽ കാറ്റോണായ Al3+ കാഥോഡിൽ ചെല്ലും 2 Al3+. ഇവിടെ ഫോം ചെയ്ത 6 ഇലക്ട്രോണുകളെ അത് സ്വീകരിച്ചാൽ 2 Al3+ ആകുമ്പോൾ 6+ ചാർജ്, ആ ചാർജ് ഇല്ലാതെ അത് അലുമിനിയമായി. ആ അലുമിനിയം കാഥോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് റിഫൈനിങ് നടത്തേണ്ട കാര്യമില്ല, കാരണം റിഫൈനിങ് പോലും നടത്താതെ പ്യൂരിഫൈഡ് ആയ അലുമിനിയത്തോടെ കിട്ടി. ക്ലിയർ. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് ബോക്സൈറ്റിനെ നമ്മൾ പൊടിച്ചെടുത്തു. രണ്ടാമത് അതിനെ NaOH ഉപയോഗിച്ച് ലീച്ച് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്തു. എക്സ്ട്രാക്ഷന്റെ ആദ്യ സ്റ്റെപ്പ് ഓക്സിഡേഷൻ ബൈ കാൽസിനേഷൻ, റിഡക്ഷൻ ബൈ യൂസിംഗ് ഹാൾ-ഹെറോട്ട് പ്രോസസ്. കാർബൺ ലൈനിങ് കാഥോഡായും കാർബൺ റോഡുകൾ ആനോഡായും വർക്ക് ചെയ്യും. Al2O3യെ CaF2 Na3Al F6 മിക്സ് ചെയ്ത് കണ്ടക്ടിവിറ്റി കൂട്ടി മെൽറ്റിംഗ് പോയിന്റ് കുറച്ചു. ഇലക്ട്രോൺസ് നടത്തുമ്പോൾ Al2O3 ഡീകമ്പോസ് ചെയ്ത Al3+ ഓക്സിജൻ 2- മാറി. ഓക്സിജൻ 2- ആനോഡിൽ ചെന്ന് സിയുമായി ചേരുമ്പോൾ ഒന്നുകിൽ CO അല്ലെങ്കിൽ CO2 എന്തായാലും ഇലക്ട്രോൺ റിലീസ് ചെയ്യപ്പെടും. ആ ഇലക്ട്രോണുകൾ നോക്കൂ കാഥോഡിൽ Al3+ ഇലക്ട്രോണുകളെ സ്വീകരിച്ച് Al-മാരെ റിഡ്യൂസ് ചെയ്തോ ഡെപ്പോസിറ്റ് ചെയ്തു. സോ ദാറ്റ് ഓൾ അബൌട്ട് ദി എക്സ്ട്രാക്ഷൻ ഓഫ് അലുമിനിയം. നോക്കൂ അടുത്തായി നമ്മൾ പറയുക എങ്ങനെയാണ് അയൺ അതിന്റെ ഓർസിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതാണ് അല്ലെ. നോക്കൂ അയണിനെ അതിന്റെ ഓറായ ഹേമറ്റേറ്റിൽ നിന്നാണ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക. ഏത് ഓറായാലും നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ക്രഷിംഗ് ആൻഡ് പൗഡറിംഗ് വിധേയമാക്കണം അല്ലെ. കയ്യിൽ കിട്ടിയ ഓറിനെ നന്നായി പൊടിച്ചെടുക്കണം. രണ്ടാമത്തെ സ്റ്റെപ്പ് കോൺസെൻട്രേഷൻ. നോ ഡൗട്ട് അയണിന്റെ ഓറിന് മാഗ്നറ്റിക് നേച്ചർ ഉണ്ട്. ഓറിന് മാഗ്നറ്റിക് നേച്ചർ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യുക? ബൈ മാഗ്നറ്റിക് സെപ്പറേഷൻ. മൂന്നാമത്തെ സ്റ്റെപ്പ് ഈ ഇരിക്കുന്ന Fe2O3 എന്ന് പറയുന്ന ഓറിൽ നിന്നും അയണിനെ മാത്രമായി എടുക്കുകയും ഇലക്ട്രോണെഗറ്റീവ് എലിമെന്റിനെ കളയുകയും ചെയ്യുന്ന എക്സ്ട്രാക്ഷൻ. അതിനാദ്യം നമ്മൾ ഓക്സിഡേഷൻ നടത്തും. നോക്കൂ ആൾറെഡി അയണിന്റെ ഓറിൽ ഓക്സിജൻ ഉണ്ട്. സോ ഓക്സിജന്റെ അഭാവത്തിൽ ചൂടാക്കിയാൽ മതി കാൽസിനേഷൻ. Fe2O3 XH2O ഗീവ്സ്. ചൂടാക്കുമ്പോൾ വാട്ടറിന്റെ അംശം പോയ ശേഷം ബാക്കി ആര് മാത്രം കിട്ടി? Fe2O3 കിട്ടി. ദെൻ റിഡക്ഷൻ. അയണിന്റെ റിഡക്ഷൻ നടത്തുക ബ്ലാസ്റ്റ് ഫർണസിലാണ്. അതുകൊണ്ട് ഈ പ്രോസസ്സിന് നമ്മൾ വിളിക്കുന്ന പേര് ബ്ലാസ്റ്റ് ഫർണസ് പ്രോസസ് എന്നാണ്. എന്താ ബ്ലാസ്റ്റ് ഫർണസ്? ബ്ലാസ്റ്റ് ഫർണസ് എന്ന് പറയുന്ന ഒരു ടോൾ സിലിണ്ടറിക്കൽ ഫർണസ് ആണ്. ലൈൻഡ് വിത്ത് ബ്രിക്സ്, കട്ട വെച്ച് നമ്മളതിനെ ലൈനിങ് നടത്തിയിരിക്കുന്നു. അടിഭാഗത്ത് നിന്നും ചൂടുവായു ഇങ്ങനെ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ താഴ്ഭാഗത്ത് മുകളിലേക്ക് പോകുന്നതോറും ചൂടിൽ വ്യത്യാസമുണ്ട്. ഏറ്റവും ടെമ്പറേച്ചർ കൂടി നിൽക്കുന്ന താഴ്ഭാഗത്തായിരിക്കും അല്ലെ, ഹോട്ട് എയർ താഴ്ന്ന് പാസ് ചെയ്യുന്നതുകൊണ്ട്. ദെൻ അപ്പൊ ഏറ്റവും താഴെ നോക്കി 1775 കെൽവിൻ, ദെൻ 1525, 1225, ദെൻ 825, ദെൻ 425. അപ്പൊ ഇങ്ങനെയാണ് ടെമ്പറേച്ചർ റീജിയൻസ്. അപ്പൊ നോക്കൂ എന്താ ബ്ലാസ്റ്റ് ഫർണസ്? ബ്ലാസ്റ്റ് ഫർണസ് ഇസ് എ ടോൾ സിലിണ്ടറിക്കൽ ഫർണസ്. ദെൻ ഈ ഫർണസിനെ നമ്മൾ ബ്രിക്സ് വെച്ച് ലൈൻ ചെയ്തിരിക്കുന്നു. താഴ്ഭാഗത്ത് നിന്ന് ഹോട്ട് എയർ പാസ് ചെയ്തിരിക്കുന്നു. അപ്പൊ താഴെ നിന്ന് മുകളിലേക്ക് പോകുന്നതിന് ടെമ്പറേച്ചർ ഇങ്ങനെ കുറഞ്ഞു വരും. ഓരോന്നും ഓരോ ടെമ്പറേച്ചർ റീജിയനാണ്. ഇതിന് ഏറ്റവും മുകളിൽ നിന്ന് നമ്മൾ നിങ്ങളുടെ കാൽസൈൻഡ് ഓർ Fe2O3, അതിനൊപ്പം ഒരു ഇമ്പ്യൂരിറ്റി കാണും കേട്ടോ, അത് SiO2 ആണ്. അതേ പ്ലസ് CaCO3 കാൽസ്യം കാർബണേറ്റ് കോക്ക്, ഇത്രയും പേരെ നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. സോ കാൽസൈൻഡ് ഓർ Fe2O3, അതിനൊപ്പം SiO2 ഇമ്പ്യൂരിറ്റി കളന്നിരിക്കുന്നു. സോ Fe2O3 പ്ലസ് SiO2, അതേ പ്ലസ് കാൽസ്യം കാർബണേറ്റ് പ്ലസ് കോക്ക്, ഇതിനെ നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ബൈ കോൺ ആൻഡ് കപ്പ് മെത്തേഡ്. അതായത് ഇതിനെ ഒന്ന് ഒരു
കോൺസ്റ്റേബിൾ ഇതിനെ ഒന്ന് താഴേക്ക് മാറ്റുമ്പോൾ ഇവിടെ സ്പേസ് വരും, അതിലൂടെയാണ് താഴേക്ക് വീഴുക. ഇനി നമുക്ക് ഓരോ ടെമ്പറേച്ചർ റീജിയനിൽ നടക്കുന്ന റിയാക്ഷൻസ് നോക്കാം. ഏറ്റവും താഴ്ഭാഗത്ത് ഹോട്ട് എയർ ചെല്ലുന്നു. അവിടെ മുകളിൽ നിന്ന് താഴേക്ക് വീണ കോക്ക് ഓക്സിജനുമായി ചേർന്ന് CO2 ആകുന്നു. ഈ പ്രോസസ് ഒരു കത്തലാണ്. കത്തൽ നടക്കുന്ന ഈ സോണിനെ വിളിക്കുന്നവര് കമ്പഷൻ സോൺ. ഈ സോണിന്റെ പേര് മറക്കാതിരിക്കുക, കമ്പഷൻ സോൺ. ഏറ്റവും താഴ്ഭാഗത്ത് നിന്ന് ഹോട്ട് എയർ ചെല്ലുന്നു, അത് കോക്കുമായി ചേർന്ന് കത്തി CO2 ആവുന്നു. ആ റീജിയൻ 1775 കെൽവിൻ, ആ റീജിയന്റെ പേര് കമ്പഷൻ സോൺ. ഈ CO2 ഫോം ചെയ്ത് കുറച്ചുകൂടെ മുകളിലേക്ക് വരും. ഒരല്പം മുകളിലേക്ക് വരുമ്പോൾ മുകളിൽ നിന്ന് വീഴുന്ന പിന്നീടുള്ള കോക്കുമായി ചേരുന്നു. ഓക്കെ, C+CO2, അപ്പൊ 2C 2O, അപ്പൊ അത് 2CO ആയിട്ട് മാറും. ഇങ്ങനെ കോക്ക് CO2മായി ഫ്യൂസ് ചെയ്ത് CO ആകുന്നതുകൊണ്ട് ഈ സോണിന്റെ പേര് ഫ്യൂഷൻ സോൺ. ഫ്യൂഷൻ സോൺ. ഈ റിയാക്ഷൻ എൻഡോതെർമിക് ആയതുകൊണ്ട് ടെമ്പറേച്ചർ താഴും. അതായത് ഈ റിയാക്ഷൻ നടക്കുമ്പോൾ ഹീറ്റ് അകത്തേക്ക് എടുക്കുന്നത് കൊണ്ട് ടെമ്പറേച്ചർ കുറയും. അതുകൊണ്ട് 1725 കെൽവിനുള്ള ടെമ്പറേച്ചർ പെട്ടെന്ന് കുറഞ്ഞ് 1525 കെൽവിനാവും. ശരി, ഇനി മുകളിലേക്ക് ടെമ്പറേച്ചർ കുറവാണ്. ഇനി നോക്കണേ, തൊട്ട് മുകളിലുള്ള റീജിയൻ 1275 കെൽവിൻ. അവിടെ വെച്ച് നിങ്ങൾ മുകളിൽ നിന്ന് താഴേക്ക് ഇട്ട് കൊടുത്ത കാൽസ്യം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്ത് കാൽസ്യം ഓക്സൈഡ് പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് ആവും. CaCO3 gives CaO. അപ്പൊ CaCO3 എന്നൊരു CaO പോയ പിന്നെ ബാക്കി CO2. CaCO3 gives CaO plus CO2. ഈ CaO എന്ത് ചെയ്യുന്നു വെച്ചാൽ നിങ്ങളുടെ ഹേമറ്റേറ്റിനൊപ്പം കാണപ്പെട്ട ഇമ്പ്യൂരിറ്റി കൊണ്ടുള്ള SiO2, അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഗ്യാങ് എന്നാണ്. ഗ്യാങ്. അതിനൊപ്പം ഈ CaO ഫ്യൂസ് ചെയ്യും. ഗ്യാങ്ങിനൊപ്പം ഫ്യൂസ് ചെയ്യുന്ന ആളുടെ പേര് ഫ്ലക്സ്. രണ്ടും കൂടി ചേർന്നാൽ നോക്കണേ, CaSiO2 കൂടെ ചേർന്നാൽ CaSiO3. അതിന്റെ പേര് സ്ലാഗ്. ഓക്കെ, അപ്പോ നിങ്ങളുടെ ഓറിനൊപ്പം കാണപ്പെടുന്ന ഇമ്പ്യൂരിറ്റിയുടെ പേര് ഗ്യാങ്, അതിനെ റിമൂവ് ചെയ്യാൻ ചേർത്ത ആൾ ഫ്ലക്സ്, രണ്ടും കൂടെ ചേർത്തുണ്ടായ ഉരുകിയ ആളുടെ പേര് സ്ലാഗ്. ഗ്യാങ്, ഫ്ലക്സ്, സ്ലാഗ്. അപ്പൊ നിങ്ങൾ മുകളിൽ നിന്നിട്ട് കൊടുത്ത CaCO3 ഡീകമ്പോസ് ചെയ്ത് CaO plus CO2 ആയി. ആ CaO ഗ്യാങ് ആയ SiO2 ചേർന്നപ്പോ CaCO3 സ്ലാഗായി. അത് ഉരുകിയ അവസ്ഥയിലാണ് അതങ്ങ് റിമൂവ് ചെയ്ത് നോക്കുള്ളൂ. ഇനി അടുത്ത, അപ്പോ ഈ റീജിയന്റെ പേരെന്താണെന്നറിയാവോ? ഇറ്റ് ഈസ് സ്ലാഗ് ഫോർമേഷൻ സോൺ. സ്ലാഗ് ഫോർമേഷൻ സോൺ. ഇനി തൊട്ടടുത്ത റീജിയൻ, ഉയർന്ന റീജിയൻ 875 വരും. അവിടെ നിങ്ങളുടെ Fe2O3 CO ആയി കൂടിച്ചേരും. അപ്പൊ നോക്കണേ, Fe2O3 CO ആയി കൂടിച്ചേരുമ്പോ 2 Fe2O3 CO കൂടിച്ചേരും. എന്നിട്ട് ഇവിടെ നിന്നുള്ള ഒന്ന് ബാലൻസ് ചെയ്യണം. സോറി, 2 Fe2O3 നിശ്ചയമായി പാട്ട്. അപ്പൊ Fe2O3 CO കൂടിച്ചേരും. അപ്പൊ ഇവിടെ നിന്നുള്ള Fe2O3 ഒരു ഓക്സിജൻ CO-ക്കൊപ്പം ചേരുമ്പോൾ അത് CO2 ആയി പോയി. ബാക്കി 2 Feയും 2 Oയും കൂടെ ചേരുമ്പോൾ 2 FeO. ക്ലിയർ? അപ്പൊ Fe2O3 CO-ക്കൊപ്പം ചേരുമ്പോൾ ഒരു O CO-ക്കൊപ്പം പോയി CO2 ആയി പോയി. ബാക്കി 2 Feയും 2 Oയും കൂടെ ചേർന്നാൽ 2 FeO. ആ 2 FeOയിലെ FeO CO-യുമായി ചേർന്ന റിഡക്ഷൻ നടക്കും. ഓക്കെ, CO-യും Oയും കൂടെ ചേരുമ്പോൾ CO2, ബാക്കി നിങ്ങൾക്ക് റെഡ്യൂസ്ഡ് അയണിനെ കിട്ടി. ക്ലിയർ? ഓർത്തിരിക്കേണ്ടത്, ഈ റിഡക്ഷൻ പ്രോസസ്സിൽ റിഡക്ഷൻ നടക്കുന്നത് എല്ലിഹ ഡയഗ്രം അനുസരിച്ചായിരിക്കും അല്ലെ? നമുക്കറിയാം, എല്ലിഹ ഡയഗ്രത്തിൽ എപ്പോഴും റെഡ്യൂസിങ് കഴിഞ്ഞിട്ട് എപ്പോഴാണോ മെറ്റൽ ഓക്സൈഡിന്റെ താഴെയായി കിടക്കുന്നത്, അതായത് മെറ്റൽ ഓക്സൈഡായി മാറുന്ന ലൈനിന് താഴെയായിരിക്കണം റെഡ്യൂസിങ് അതിന്റെ ഓക്സൈഡായി മാറുന്ന ലൈൻ. അഥവാ റെഡ്യൂസിങ് അതിന്റെ ഓക്സൈഡായി മാറുന്നതിന്റെ ഗിബ്സോമെട്രി ചേഞ്ചിന്റെ വാല്യൂ കൂടുതൽ നെഗറ്റീവ് ആയിരിക്കുന്ന ടെമ്പറേച്ചറിൽ റിയാക്ഷൻ നടക്കുക. ഈ റിയാക്ഷൻ നടക്കുക സാധാരണ ഒരു 900 കെൽവിന് മുകളിലായിരിക്കും. അപ്പൊ നോക്കൂ, Fe2O3 CO-യുമായി ചേരുമ്പോൾ അത് 2 FeOയും CO2 ആയിട്ട് മാറും. FeO വീണ്ടും CO-യുമായി ചേരുമ്പോൾ ഒരു Oയും കൂടെ പോയി ബാക്കി Fe ആയി റിഡക്ഷൻ നടന്നു. അല്ലെങ്കിൽ മറ്റൊരു പോസിബിലിറ്റി, 3 Fe2O3 CO-യും കൂടെ ചേരും. ഒരു Oയിന്ന് പോയാൽ CO2, ബാക്കി എത്രയാ? 6 Feയും 9 Oയിന്ന് ഒരു പോയാൽ പിന്നെ 8O. 6 Feയും 8 Oയും കൂടെ ചേർന്നാൽ 2 Fe3O4. നോക്കൂ, 6 Fe 8O, 2 Fe3O4. ഈ Fe3O4 4 CO-യുമായി ചേരുമ്പോൾ 4 Oയും 4 CO കൂടെ ചേരുമ്പോൾ 4 CO2 Fe. ഇങ്ങനെ റെഡ്യൂസ്ഡ് ഫോമിൽ കിട്ടാറുണ്ട്. ശരി, അപ്പൊ ഈ സോണിന്റെ പേര് റിഡക്ഷൻ സോൺ. റിഡക്ഷൻ സോൺ. ഏറ്റവും മുകളിലുള്ള സോൺ എന്താ അറിയോ? 425 കെൽവിൻ. മുകളിൽ നിന്ന് താഴേക്ക് ഓർമ്മ ഇട്ട് കൊടുക്കല്ലേ? അപ്പൊ എങ്ങാനും ഇതിൽ എന്തെങ്കിലും വോളറ്റൈൽ ഇമ്പ്യൂരിറ്റീസോ മറ്റോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മോയ്സ്ചർ ഉണ്ടെങ്കിൽ അതങ്ങ് റിമൂവ് ആയി പോകും. അതുകൊണ്ട് ഈ സോണിന്റെ പേര് മോയ്സ്ചർ റിമൂവിംഗ് സോൺ. അപ്പോ ടെമ്പറേച്ചർ റീജിയൻസ് 1775 കെൽവിനിൽ C+O2 CO2 റിഡക്ഷൻ കമ്പഷൻ നടക്കുന്ന സോൺ, അത് കമ്പഷൻ സോൺ. തൊട്ടടുത്ത റീജിയൻ C+CO2 2CO, ഈ ഉണ്ടായ CO2 കോക്കുമായി ഫ്യൂസ് ചെയ്ത് CO ഉണ്ടാകുന്ന സോൺ ഫ്യൂഷൻ സോൺ. അടുത്ത സോണിൽ CaCO3 വിഘടിച്ച് CaOയും CO2 ഉണ്ടാവും. ആ CaO നിങ്ങളുടെ SiO2 എന്ന ഗ്യാങ്ങിനൊപ്പം ചേർന്ന് CaSiO3 എന്ന സ്ലാഗായി ഉരുകിയ അവസ്ഥയിൽ റിമൂവ് ആവും. അത് സ്ലാഗ് ഫോർമേഷൻ സോൺ. 875 കെൽവിനിൽ Fe2O3 റിഡ്യൂസ് ചെയ്യപ്പെടുന്ന റിഡക്ഷൻ സോൺ. 425 കെൽവിനിൽ മോയ്സ്ചർ റിമൂവ് ചെയ്യപ്പെടുമ്പോൾ അതിന്റെ പേര് മോയ്സ്ചർ റിമൂവിംഗ് സോൺ. അപ്പൊ നമ്മുടെ സ്റ്റെപ്പുകൾ
ഫസ്റ്റ് വൺ ക്രഷിംഗ് ആൻഡ് പൗഡറിംഗ്, ദെൻ കോൺസെൻട്രേഷൻ ബൈ മാഗ്നറ്റിക് സെപ്പറേഷൻ, എക്സ്ട്രാക്ഷൻ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ബൈ ബ്ലാസ്റ്റ് ഫർണസ് പ്രോസസ്. ഇപ്പൊ നിങ്ങൾക്ക് പുറത്തേക്ക് കിട്ടിയാൽ റിഫൈനിങ് നടത്തണമല്ലോ. സോ അപ്പൊ നമ്മൾ സ്റ്റെപ്പ് 4 പറയാണ് റിഫൈനിങ്. ഫ്രണ്ട്സ്, ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് കിട്ടിയ അയണിനകത്ത് 4% കാർബൺ കാണും. അതിന്റെ പേര് പിഗ് അയൺ. അത്ര ഉപയോഗം ഉള്ള അയണല്ല, പിഗ് അയൺ. ഇതിൽ പിഗ് അയണിനെ ഞാൻ സ്ക്രാപ്പ് അയണുമായി ചേർത്ത് ചൂടാക്കിയാൽ കാർബൺ പെർസെന്റേജ് 3 കുറയും. അപ്പൊ കിട്ടുന്ന അയണിന്റെ പേര് കാസ്റ്റ് അയൺ. അപ്പൊ ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് കിട്ടുന്ന അയണിനകത്ത് 4% കാർബൺ ഉണ്ട്, പേര് പിഗ് അയൺ. അതിനെ കുറച്ചുകൂടി കാർബൺ കണ്ട് കുറയ്ക്കാൻ വേണ്ടി സ്ക്രാപ്പ് അയണുമായി ചേർത്ത് ചൂടാക്കിയപ്പോൾ കാർബൺ പെർസെന്റേജ് 3% കുറഞ്ഞു, കാസ്റ്റ് അയൺ. കാസ്റ്റ് അയണിനെ ഞാൻ ഹേമറ്റേറ്റുമായി ചേർത്ത് ചൂടാക്കും. അപ്പൊ കാസ്റ്റ് അയണിലതായി ഈ 3 കാർബൺ ഉണ്ടല്ലോ, അത് ഹേമറ്റേറ്റുമായി ചേർത്ത് ചൂടാക്കുമ്പോ 3Cയും 3Oയും ചേർന്നാൽ 3CO പ്ലസ് ബാക്കി ആരുണ്ട് 2Fe. ക്ലിയർ? അയൺ മാത്രം കിട്ടുന്നു. അപ്പൊ കാർബൺ പെർസെന്റേജ് 1% കുറയും. അപ്പൊ കിട്ടുന്ന അയണിന്റെ പേര് റോട്ട് അയൺ. റോട്ട് അയണിന്റെ പ്രത്യേകത അത് സോഫ്റ്റ് ആണ്, മാലിബിൾ ആണ്. സോ റോട്ട് അയൺ ഈസ് ദ പ്യൂറസ്റ്റ് ഫോം ഓഫ് അയൺ ആൻഡ് ഈസ് ആൾസോ കാൾഡ് മാലിബിൾ അയൺ. ഓക്കെ, സോ ദാറ്റ് ഓൾ അബൌട്ട് ദി എക്സ്ട്രാക്ഷൻ ഓഫ് അയൺ ഫ്രം ഹേമറ്റേറ്റ്. കൂട്ടുകാരെ, നമ്മൾ മെറ്റലിന്റെ ഓറിൽ നിന്നും മെറ്റലിനെ വേർതിരിച്ചെടുക്കാൻ വേണ്ടി ഐസൊലേറ്റ് ചെയ്തെടുക്കാനുള്ള 4 സ്റ്റെപ്പുകൾ പഠിച്ചല്ലോ. ആ 4 സ്റ്റെപ്പുകൾ ഉപയോഗിച്ച് ഇപ്പൊ നമ്മൾ 3 മെറ്റൽസിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന മെത്തേഡ് പഠിച്ചു. സിങ്കിനെ സിങ്ക് ബ്ലെൻഡിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നതെന്ന് പറഞ്ഞു. അലുമിനിയത്തെ ബോക്സൈറ്റിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതെന്ന് പറഞ്ഞു. അയണിനെ ഹേമറ്റേറ്റിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതെന്ന് പറയുന്നു. ഇനി നമ്മൾ പറയുക കോപ്പറിനെ എങ്ങനെയാണ് കോപ്പറിന്റെ ഓറിൽ നിന്നും ഐസൊലേറ്റ് ചെയ്ത് വേർതിരിച്ച് എടുത്ത് പ്യൂരിഫൈ ചെയ്യുക എന്നുള്ളതാണ്. നോക്കൂ, കോപ്പർ ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം കോപ്പർ പൈറൈറ്റ്സ്. എവിടുന്ന? കോപ്പറിനെ കോപ്പർ പൈറൈറ്റ്സിനെ എക്സ്ട്രാക്ട് ചെയ്യാറുള്ളത്. കോപ്പർ പൈറൈറ്റ്സിന്റെ ഫോർമുല CuFeS2. അപ്പൊ കോപ്പർ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക കോപ്പറിന്റെ ഓറായ കോപ്പർ പൈറൈറ്റ്സിൽ നിന്നാണ്. സ്റ്റെപ്പ് 1 നിങ്ങൾക്കറിയാം. ഏത് ഓറിനെ കിട്ടിയാലും ആദ്യം ചെയ്യേണ്ട എന്താ? സ്റ്റെപ്പ് 1 ക്രഷിംഗ് ആൻഡ് പൗഡറിംഗ്. കയ്യിലിരിക്കുന്ന ഓറിന്റെ ഹ്യൂജ് ലംസിനെ നമ്മൾ പൊടിച്ച് നല്ല പൗഡേർഡ് ആക്കുന്നു. എന്തിനാ പൊടിച്ച് പൗഡർ ആക്കുന്നത്? അപ്പൊ സർഫസ് ഏരിയ കൂടി നമുക്ക് എന്തെങ്കിലും റിയാക്ഷൻസ് ഉണ്ടെങ്കിൽ അത് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും അല്ലെ. അപ്പൊ സ്റ്റെപ്പ് 1 ക്രഷിംഗ് ആൻഡ് പൗഡറിംഗ് ഓഫ് ഓർ. ക്ലിയർ? ദെൻ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? അപ്പോ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വലിയ ഓർ പാർട്ടിക്കിൾസിനെ പൊടിച്ച് ചെറുതാക്കിയാൽ രണ്ടാമതായി ഓറിനൊപ്പമുള്ള ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്ത് ഓറിന്റെ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കണം. ആ സ്റ്റെപ്പിനെ നമ്മൾ വിളിക്കുന്ന പേര് കോൺസെൻട്രേഷൻ ഓഫ് ഓർ. നോക്കൂ, കോപ്പറിനെ കോപ്പർ പൈറൈറ്റ്സ് തന്നെ നമ്മൾ വേർതിരിക്കാറുള്ളത്. കോപ്പർ പൈറൈറ്റ്സ് എന്ന് പറയുന്നത് CuFeS2, അതായത് സൾഫൈഡ് ഫോമിൽ കാണപ്പെടുന്ന ഓറല്ലേ പൈറൈറ്റ്സ്. സൾഫൈഡ് ഫോമിൽ കാണപ്പെടുന്നവരെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാ? ബൈ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ്. സോ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ക്ലിയർ. സൾഫൈഡ് ഓറാണ് കോപ്പറിന്റേത്, ലോവൈഡ് ഓറാണ്. ഫ്രണ്ട്സ്, സൾഫൈഡ് ഓർ എന്ന് പറഞ്ഞാൽ സൾഫൈഡിന്റെ ഫോമിൽ കാണപ്പെടുന്ന ഓർ. അപ്പൊ കോപ്പറിന്റെ ഓർ സൾഫൈഡിന്റെ ഫോമിലാണ് കാണപ്പെടുന്നത്. ലോവൈഡ് സൾഫൈഡ് ഓർ ആയതുകൊണ്ട് നമ്മൾ അതിനെ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ് വഴിയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ് എന്താണെന്നൊക്കെ നമ്മൾ കോൺസെൻട്രേഷന്റെ സ്റ്റെപ്പിൽ പറഞ്ഞിട്ടുണ്ട്. പൗഡേർഡ് ഓറിനെ ഒരു റെക്ടാങ്കുലർ ടാങ്കിൽ വാട്ടറുമായി ചേർത്ത് മിക്സ് ചെയ്യും. അതിലേക്ക് ഓറിനെ വാട്ടർ മോളിക്യൂൾസ് വെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് കളക്ടേഴ്സ് ആയിട്ടുള്ള പൈനോയിലോ ഫാറ്റി ആസിഡോ ആഡ് ചെയ്യും. ഈ പൈനോയിലോ ഫാറ്റി ആസിഡോ ഓറിന് ചുറ്റും ഒരു ലെയർ ഫോം ചെയ്തതുകൊണ്ട് അതിനെ വെള്ളം നനയ്ക്കില്ല. അപ്പൊ ഓറിൽ വെള്ളം പിടിച്ചത് താഴേക്ക് അടിയുന്ന പ്രശ്നം ഒഴിവാകും അല്ലെ. ശരി, ഇനി എന്താ നമ്മൾ ചെയ്യുന്നത്? അടുത്തത് അതിലേക്ക് പത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഫ്രോത്ത് സ്റ്റെബിലൈസേഴ്സ്. കളക്ടേഴ്സ് ആയിട്ട് പൈനോയിലും ഫാറ്റി ആസിഡും ആഡ് ചെയ്താൽ ഫ്രോത്ത് സ്റ്റെബിലൈസർ ആയിട്ട് നമ്മൾ അനിലീനോ ക്രിസോളോ ആഡ് ചെയ്യും. എന്നിട്ട് അതിനെ ഒരു സ്റ്റിറർ വെച്ച് ആ മിക്സ്ചറിനെ മിക്സ് ചെയ്യുന്ന സമയത്ത് പതയുണ്ടാകും. പതയ്ക്കൊപ്പം ലോവൈഡ് സൾഫൈഡ് ഓറുകൾ മുകളിലേക്ക് കയറി വരും. ആ സൾഫൈഡ് ഓറിനെ പതയ്ക്കൊപ്പം തന്നെ ഫ്രോത്തിനൊപ്പം തന്നെ നമ്മൾ കളക്ട് ചെയ്ത് പുറത്ത് വെച്ച് ഡ്രൈ ചെയ്തെടുക്കും. അപ്പോൾ ഓറിനപ്പോൾ ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ആയി. ഇനി നമുക്ക് ഓറ് മാത്രമേ കയ്യിലുള്ള കോൺസെൻട്രേറ്റഡ് ഓറാണ് കയ്യിലിരിക്കുന്നത്. കോൺസെൻട്രേറ്റഡ് ഓർ എന്ന് പറയുമ്പോൾ CuFeS2 മാലിന്യങ്ങളെല്ലാം പോയി ഇനി CuFeS2 മാത്രമേ ഉള്ളൂ. അതിൽ നിന്നും എങ്ങനെയാ കോപ്പർ വേർതിരിച്ചെടുക്കുക? അത് നിങ്ങൾക്കറിയാം, എക്സ്ട്രാക്ഷൻ. അപ്പോ ഓർ എന്ന് പറയുന്നത് മെറ്റലിന്റെ ഒരു കോമ്പൗണ്ട് ആണ്. അവിടെ നിന്നും മെറ്റലിനെ മാത്രമായി വേർതിരിച്ചെടുക്കണമെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് എക്സ്ട്രാക്ഷൻ. ഫ്രണ്ട്സ്, എക്സ്ട്രാക്ഷന് 2 സ്റ്റെപ്പുകളുള്ള നിങ്ങൾക്കറിയാം. ഏതൊക്കെ 2 സ്റ്റെപ്പുകൾ? ഫസ്റ്റ് വൺ ഓക്സിഡേഷൻ. ഓറിനെ ഓക്സൈഡ് ഫോമിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്ന ഓക്സിഡേഷൻ എന്ന് പറഞ്ഞ സ്റ്റെപ്പ്. സെക്കൻഡ് വൺ മെറ്റലിനൊപ്പം ഓറിൽ പ്രസന്റ് ആയിരിക്കുന്ന ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ്സിനെ റിമൂവ് ചെയ്ത് കളയുന്ന റിഡക്ഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പ് അല്ലെ. നോക്കൂ, ഓക്സിഡേഷൻ സ്റ്റെപ്പിൽ ഇവിടെ നമ്മൾ ഉപയോഗിക്കുക റോസ്റ്റിംഗ്. എന്താ റോസ്റ്റിംഗ് ഉപയോഗിക്കാൻ കാരണം? ആ കൂട്ടുകാർക്ക് അറിയാം, ഇവിടുത്തെ
കോപ്പറിന്റെ ഓർ എന്ന് പറയുന്നത് CuFeS2. എന്താ പ്രത്യേകത? സൾഫൈഡ് ഫോമിൽ കാണപ്പെടുന്ന ഓറ. അപ്പൊ അതിൽ ഓക്സിജൻ ഇല്ല. ഓക്സിജൻ ഇല്ലെങ്കിൽ ഓക്സിഡേഷൻ നടത്താൻ വേണ്ടി ഓക്സിജന്റെ പ്രസൻസിൽ വേണം ചൂടാക്കാൻ, എക്സസ് ഓഫ് എയറിൽ വേണം ചൂടാക്കാൻ, നിങ്ങൾക്കറിയാം. സോ ആ സ്റ്റെപ്പിനെ വിളിക്കുന്ന ഒരു റോസ്റ്റിംഗ്. നോക്കൂ, 2CuFeS2 + O2 ഓക്സിജന്റെ പ്രസൻസിൽ ചൂടാക്കുന്നു. ശ്രദ്ധിച്ചു നോക്കണേ. ഈ 2 Cu ഒരു സൾഫറുമായി ചേരുമ്പോൾ Cu2S. ഇനി ബാക്കി 4 സൾഫറിൽ ഒരു സൾഫർ 2 Cuമായി ചേർന്ന് C2S ഫോം ചെയ്തു. 2 സൾഫർ 2 അയണുമായി ചേരും, 2 Fe 2 സൾഫറും കൂടെ ചേരുമ്പോൾ 2 FeS. ദെൻ ബാക്കി 4 സൾഫറിൽ ഒരു സൾഫർ ബാക്കിയുണ്ട്, അത് ഓക്സിജനുമായി ചേരുമ്പോൾ SO2, അത് ഗ്യാസായി എസ്കേപ്പ് ചെയ്ത് പുറത്തു പോകും. ഓക്കെ, 2CuFeS2 + O2 gives 2 Cuവും എസും കൂടെ ചേരുമ്പോൾ Cu2S. ദെൻ 2 Feയും എസും കൂടെ ചേർന്നാൽ 2 FeS. ബാക്കി ഒരു സൾഫറും ഓക്സിജനും ചേരുമ്പോൾ SO2 ഗ്യാസ് എസ്കേപ്പ് ചെയ്ത് പോകും. നോക്കൂ, ഈ Cu2S ഇനി ആരാ പ്രസന്റ് ആയിരിക്കുന്ന? FeS. Cu2S കണ്ടെയ്നിങ് FeS ഈസ് കാൾഡ് കോപ്പർ മേറ്റ്. നമ്മൾ വിളിക്കുന്ന ഒരു കോപ്പർ മേറ്റ് ആണ്, ഓർത്തിരിക്കുക. Cu2S കണ്ടെയ്നിങ് ട്രേസ് ഓഫ് FeS ഈസ് കാൾഡ് കോപ്പർ മേറ്റ്. അപ്പൊ കൂട്ടുകാരെ, ഇതുവരെ നമ്മൾ പറഞ്ഞിടത്തെല്ലാം ഓക്സിഡേഷൻ നടത്തുമ്പോൾ ഓർ അതിന്റെ ഓക്സൈഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിരുന്നു. പക്ഷെ ഇവിടെ നോക്കിയേ, ഓക്സിഡേഷൻ നടത്തിയപ്പോൾ ഓർ ഓക്സൈഡ് ഫോമിലേക്ക് മാറിയില്ല. അപ്പോഴും ഓർ ഏത് ഫോമിൽ തന്നെ കാണപ്പെടുക? സൾഫൈഡ് ഫോമിൽ തന്നെ കാണപ്പെടുകയാണ്. പേടിക്കണ്ട, നമുക്ക് പിന്നീട് പറയാം. സാധാരണ എക്സ്ട്രാക്ഷന് 2 സ്റ്റെപ്പുകളാണ്. ഫസ്റ്റ് വൺ ഓക്സിഡേഷൻ, സെക്കൻഡ് വൺ റിഡക്ഷൻ. ഓക്സിഡേഷൻ നടത്തുമ്പോൾ ഓർ അതിന്റെ ഓക്സൈഡ് ഫോമിലേക്ക് മാറും. ഓക്സൈഡ് ഫോമിലേക്ക് മാറിയ ഓറിനെയാണ് നമ്മൾ സാധാരണ റെഡ്യൂസ് ചെയ്യാറുള്ളത്. പക്ഷെ ഇവിടെ ഓക്സിഡേഷൻ നടത്തിയപ്പോൾ അത് Cu2S + FeS കോപ്പർ മേറ്റ് ആയിട്ടാണ് മാറിയത്. അത് ഓർത്തിരിക്കുക. ഇനി ഇതിനെ റെഡ്യൂസ് ചെയ്യണം. റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് ബെസമർ കൺവെർട്ടർ ആണ്. ബെസമർ കൺവെർട്ടർ നോക്കൂ, റിഡക്ഷൻ നടത്തുക. അയണിന്റെ റിഡക്ഷൻ ഇവിടെ നടത്തിയത് ബ്ലാസ്റ്റ് ഫർണസിലാണ്. അപ്പൊ അയണിന്റെ റിഡക്ഷന്റെ പേര് ബ്ലാസ്റ്റ് ഫർണസ് പ്രോസസ് എന്നും കോപ്പറിനെ അതിന്റെ ഓറിൽ നിന്ന് റെഡ്യൂസ് ചെയ്തെടുക്കുന്ന പ്രോസസിന്റെ പേര് ബെസമറൈസേഷൻ എന്നാണ്. അയണിനെ റെഡ്യൂസ് ചെയ്ത ബ്ലാസ്റ്റ് ഫർണസ് ഏതാണെന്ന് നിങ്ങൾക്കറിയാം. എന്താ ബ്ലാസ്റ്റ് ഫർണസ്? ബ്ലാസ്റ്റ് ഫർണസ് എന്ന് പറയുന്നത് ഒരു ടാൾ സിലിണ്ട്രിക്കൽ ഫർണസ് ആയിരുന്നു, അല്ലെ? ഒരു ടാൾ സിലിണ്ട്രിക്കൽ ഫർണസ്. അതുപോലെ ബെസമർ കൺവെർട്ടർ ഒരു സിലിണ്ട്രിക്കൽ ഫർണസ് ആണ്, പക്ഷെ അത്രയും ഉയരമില്ല. സോ ബെസമർ കൺവെർട്ടർ ഇസ് എ സിലിണ്ട്രിക്കൽ ഫർണസ് ലൈൻഡ് വിത്ത് SiO2. ഇവിടെ ലൈനിങ് നടത്തിയിരിക്കുന്നത് SiO2 കൊണ്ടാണ്. പക്ഷേ ബ്ലാസ്റ്റ് ഫർണസിൽ എന്തായിരുന്നു? ബ്ലാസ്റ്റ് ഫർണസിൽ നമ്മൾ ലൈനിങ് നടത്തിയിരുന്നത് ബ്രിക്സിനെ കൊണ്ടായിരുന്നു. സോ ബെസമർ കൺവെർട്ടർ ഇസ് എ സിലിണ്ട്രിക്കൽ കൺവെർട്ടർ ഒരു സിലിണ്ട്രിക്കൽ ഫർണസ് ലൈൻഡ് വിത്ത് SiO2. ഇനി ഇവിടെ ഹോട്ട് എയർ നമ്മൾ സൈഡിൽ നിന്നാണ് പാസ് ചെയ്യുന്നത്. ബ്ലാസ്റ്റ് ഫർണസിൽ നമ്മൾ അടിയിൽ നിന്ന് പാസ് ചെയ്തു, പക്ഷെ ഇവിടെ വശത്ത് നിന്നാണ് പാസ് ചെയ്യുന്നത്. ഇനി ഈ ഫർണസിന്റെ മുകളിൽ നിന്ന് താഴേക്ക് കോപ്പർ മേറ്റ് ഇട്ട് കൊടുക്കും. കോപ്പർ മേറ്റ് ഇട്ട് കൊടുക്കും കേട്ടോ. Cu2S + FeS എന്ന് പറയുന്ന കോപ്പർ മേറ്റിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. ശരി, എന്താ സംഭവിക്കുന്നത് നോക്കൂ. ആദ്യം നിങ്ങൾ അറിയേണ്ടത് Cu2S ആണ് നിങ്ങളുടെ ഓർ. അതിനൊപ്പം ഓറിന്റെ ഫോം, അതിനൊപ്പം കാണപ്പെടുന്ന ഇമ്പ്യൂരിറ്റി FeS അല്ലെ? ആ FeS നിങ്ങൾ ഈ ഹോട്ട് എയറിന്റെ പ്രസൻസിൽ ഓക്സിഡൈസ് ചെയ്ത് Fu ആയിട്ട് മാറും. നോക്കൂ, 2FeS + 3O2 gives 2 Fe 2 കൂടെ ചേരുമ്പോൾ 2 FeO. ബാക്കി 2 S 4 കൂടെ ചേരുമ്പോൾ 2 SO2. 2FeS + 3O2, 2 Fe 2 കൂടെ ചേരുമ്പോൾ 2 FeO. ബാക്കി 2 സൾഫറും ഇവിടുത്തെ 6 ഓക്സിജനിലെ 2 ഓക്സിജൻ പോയ ശേഷം ബാക്കിയുള്ള 4 ഓക്സിജൻ കൂടെ ചേരുമ്പോൾ 2 SO2. ക്ലിയർ? ശരി, ഇനി ബാക്കി കിട്ടിയ FeO ഉണ്ടല്ലോ, FeO ആണ് ഇവിടുത്തെ ഇമ്പ്യൂരിറ്റി. നമ്മൾ ഇമ്പ്യൂരിറ്റിയെ വിളിക്കുന്ന പേര് നിങ്ങൾ നേരത്തെ കേട്ടു, ഗ്യാങ്. ഗ്യാങ്. ഇമ്പ്യൂരിറ്റി റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന ആളാരാ? ഫ്ലെക്സ്. SiO2 കൊടുത്ത ഫ്ലെക്സ്. നോക്കൂ, ഈ വശത്തിൽ ലൈൻ ചെയ്തിരിക്കുന്ന SiO2 കൊടുത്ത ഫ്ലെക്സ്. ഗ്യാങ്ങും ഫ്ലെക്സും കൂടെ ചേർന്നുണ്ടാകുന്ന FeSiO3യുടെ പേര് സ്ലാഗ്. ക്ലിയർ? ഇനി നോക്കൂ, ഈ FeO എന്ന് പറയുന്ന ഗ്യാങ് ബേസിക്, അതുകൊണ്ടാ അസിഡിക് ആയ ഫ്ലെക്സ് ആഡ് ചെയ്ത്. അപ്പൊ ഗ്യാങ് ബേസിക് ആണെങ്കിൽ ഫ്ലെക്സ് അസിഡിക് ആയിരിക്കണം. ഇനി ഫ്ലെക്സ്, അപ്പൊ നോക്കൂ, ഗ്യാങ് ബേസിക് ആണെങ്കിൽ ഫ്ലെക്സ് അസിഡിക് ആയിരിക്കണം. അപ്പൊ അത് രണ്ടുകൂടെ ചേർന്ന് ഉരുകിയ സ്ലാഗ് ഉണ്ടാവും. ഇനി ഗ്യാങ് അസിഡിക് ആണെങ്കിലോ ഫ്ലെക്സ് ബേസിക് ആയിരിക്കണം. നോക്ക്, നമ്മള് അയണിന്റെ കേസിൽ പറഞ്ഞത് അവിടെ ഗ്യാങ്ങായി കാണപ്പെട്ടത് അയണിന്റെ ഓർമ്മൊപ്പം കാണപ്പെട്ട ഇമ്പ്യൂരിറ്റി SiO2. അപ്പൊ നമ്മൾ ഫ്ലെക്സ് ആയിട്ട് ആഡ് ചെയ്ത ആരാ? അപ്പൊ നമ്മൾ ഫ്ലെക്സ് ആയിട്ട് ആഡ് ചെയ്തത് CO എന്ന് പറയുന്ന ബേസിക് ആയാളെ. അപ്പൊ നോക്കൂ, FeOയും SiO2 കൂടെ ചേർന്ന് FeSiO3 എന്ന സ്ലാഗായി. അപ്പൊ ഈ FeS എന്ന് പറയുന്ന ഇമ്പ്യൂരിറ്റി റിമൂവ് ചെയ്തു. ഇനി ബാക്കിയുള്ള ആരാ? ബാക്കിയുള്ളത് Cu2S അല്ലെ? നോക്കൂ, 2 Cu2S
3 ഓക്സിജനുമായി ചേർന്ന് ഓക്സിഡൈസ് ചെയ്യുന്നു. ഓക്സിജനുമായി ചേർന്നപ്പോഴേ ഹോട്ട് എയറിനെ വാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ Cu2s ഓക്സിജനുമായി ചേർന്ന് ഓക്സിഡൈസ് ചെയ്ത് Cu2O പ്ലസ് SO2 ആയിട്ട് മാറി. ശ്രദ്ധിക്കണേ, 2 Cu2, 2 ഓയുമായി ചേർന്നപ്പോ 2 Cu2O. ഇനി ബാക്കി 2s 4 ഓയും 2 SO2. ഈ Cu2O വന്നിട്ട് ബാക്കി കിടക്കുന്ന Cu2s റെഡ്യൂസ് ചെയ്യും. അപ്പൊ 2 Cu2O പ്ലസ് Cu2s ഗീവ്സ്, നോക്കൂ, 2 Cu2 എന്ന് പറയുമ്പോൾ 4 Cu, ഈ 2 Cu 6 Cu പ്ലസ് ഒരു S 2 ഓയും SO2. അപ്പൊ 2 Cu2O പ്ലസ് Cu2s ഗീവ്സ് 4 Cu 2 Cu കൂടെ ചേരുമ്പോ 6 Cu SO2. അപ്പൊ ഈ Cu2s റെഡ്യൂസ് ചെയ്ത് ആരെ തന്നെ ഈ Cu2 ആണ്. അപ്പൊ ഇത് പരസ്പരം റെഡ്യൂസ് ചെയ്യല്ലേ. അപ്പൊ കോപ്പർ സ്വയം ഇവിടെ റെഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് ഈ പ്രോസസ്സിനെ വിളിക്കുന്ന ഒരു ഓട്ടോ റിഡക്ഷൻ. PSC പരീക്ഷകൾ പോലും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. ഓട്ടോ റിഡക്ഷൻ വഴി വേർതിരിയുന്ന എലമെന്റ് മെറ്റൽ ഏത്? ഇറ്റ് ഇസ് കോപ്പർ. ക്ലിയർ? അപ്പൊ ഇതിന്റെ പേര് ഓട്ടോ റിഡക്ഷൻ. കുട്ടികൾക്ക് മനസ്സിലായല്ലോ. ശരി, അപ്പൊ ഇത്രയാണ് കോപ്പറിന്റെ എക്സ്ട്രാക്ഷൻ ബന്ധപ്പെട്ട സ്റ്റെപ്പ്. കോപ്പറിനെ കോപ്പർ പൈറേറ്റ്സ്, അതായത് CuFeS2 എന്നാണ് വേർതിരിക്കുക. ഒന്നാമത്തെ സ്റ്റെപ്പ് പഴയതുപോലെ തന്നെയാണ് ക്രഷിംഗ് ആൻഡ് പൗഡറിംഗ്. രണ്ടാമത്തെ സ്റ്റെപ്പ് കോൺസെൻട്രേഷൻ ബൈ ഫോർത്ത് ഫ്ലോട്ടേഷൻ. മൂന്നാം സ്റ്റെപ്പ് എക്സ്ട്രാക്ഷൻ. അതിന്റെ സ്റ്റെപ്പ് ഓക്സിഡേഷൻ. നോക്കൂ, ഇത് സൾഫൈഡ് ഫോമിൽ ആയതുകൊണ്ട് റോസ്റ്റിംഗ് നടത്തി. പക്ഷെ എന്നിട്ടും അത് Cu2s എന്ന ഫോമിലേക്കാണ് മാറിയത്. Cu2s പ്ലസ് FeS എന്ന് പറഞ്ഞ് കിട്ടുന്ന ആളുടെ പേര് കോപ്പർമേറ്റ്. കോപ്പർമേറ്റിനെ ബെസമർ കൺവെർട്ടറിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ FeS ഓക്സിഡേഷൻ നടന്ന FeO ആയി. FeO ഗ്യാങ് ആണ്. SiO2 ചേർന്ന് FeSiO3 എന്ന സ്ലാഗായി മാറി. ദെൻ Cu2s ഓക്സിഡേഷൻ നടന്നത് Cu2 ആയി. അടുത്ത Cu2യും Cu2s ചേരുമ്പോൾ ഓട്ടോ റിഡക്ഷൻ നടന്ന് കോപ്പർ പുറത്ത് കിട്ടി. ക്ലിയർ? ഇനി ഇങ്ങനെ കിട്ടിയ കോപ്പറിനെ നമ്മൾ റിഫൈനിങ് നടത്തണം അല്ലെ. നമുക്കറിയാം കോപ്പറിനെ റിഫൈനിങ് നടത്തി എങ്ങനെയാ? ഇലക്ട്രോളിറ്റിക് റിഫൈനിങ്. ഇലക്ട്രോളിറ്റിക് റിഫൈനിങ് ഫ്രണ്ട്സ്, ഇലക്ട്രോളിറ്റിക് റിഫൈനിങ് എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ ഇലക്ട്രോളിറ്റിക് റിഫൈനിങ്? ഇംപ്യൂർ മെറ്റലിനെ ആനോഡാക്കും, പ്യൂർ മെറ്റലിനെ കാതോടാക്കും. അപ്പൊ കോപ്പറിനെ എങ്ങനെയാ വെരിഫൈ ചെയ്യാം? ഇംപ്യൂർ കോപ്പറിനെ കാതോടാക്കും. മിസ്റ്റേക്ക്, ഇംപ്യൂർ കോപ്പറിനെ ആനോഡാക്കും. ഇംപ്യൂർ മെറ്റലിനെ ആനോഡാക്കണം, പ്യൂർ മെറ്റലിനെ കാതോടാക്കണം. മിസ്റ്റേക്ക് ശ്രദ്ധിച്ചേക്കുക. ഇംപ്യൂർ മെറ്റലിനെ ആനോഡാക്കണം, പ്യൂർ മെറ്റലിനെ കാതോടാക്കണം. അപ്പൊ ഇംപ്യൂർ കോപ്പർ ആനോഡ്. ക്ലിയർ? ഇംപ്യൂർ കോപ്പർ ആനോഡ്, ഇംപ്യൂർ മെറ്റലിനെ ആനോഡാക്കുന്നു, ഇംപ്യൂർ കോപ്പർ ആനോഡ്. ദെൻ പ്യൂർ കോപ്പർ കാതോഡ്, പ്യൂർ കോപ്പർ കാതോഡ്. എന്നിട്ട് കോപ്പറിന്റെ തന്നെ സൊല്യൂഷൻ ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുക്കും. നമ്മൾ ഇലക്ട്രോളിസ് നടത്തുന്നത് ഇവിടേക്ക് ഞാൻ വരച്ച് കാണിക്കാം. നോക്കൂ ഇങ്ങനെ. അപ്പൊ ഇപ്പോ ഇംപ്യൂർ കോപ്പർ ആനോഡ്, പ്യൂർ കോപ്പർ കാതോഡ്. എന്ത് സംഭവിക്കും നോക്കി. ഇത് ഇംപ്യൂർ കോപ്പർ ആണ് ആനോഡ്, പ്യൂർ കോപ്പർ കാതോഡ്. നമ്മൾ ഇലക്ട്രോളിസ് നടത്തുന്നു. ഇംപ്യൂർ, ഇത് പ്യൂർ. നോക്കൂ, ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ ഓക്സിഡേഷൻ. അപ്പൊ അവിടെ ഇംപ്യൂർ കോപ്പറിനകത്തുള്ള കോപ്പർ Cu2++2 ഇലക്ട്രോൺ ആയിട്ട് മാറും അല്ലെ. കാരണം ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ ഓക്സിഡേഷൻ. അപ്പൊ ഇംപ്യൂർ കോപ്പറിനകത്തുള്ള കോപ്പർ സൊല്യൂഷനിലേക്ക് Cu2+ എന്നുള്ള വിട്ടുകൊടുക്കും. Cu2++2 ഇലക്ട്രോൺ. ആ Cu2+ കാതോടി വരും. കാതോടി വന്നിട്ട് എന്ത് ചെയ്യും? Cu2+2 ഇലക്ട്രോണുകളെ സ്വീകരിച്ച് ആരായിട്ട് മാറും? കോപ്പറായി മാറും. അപ്പൊ ഇംപ്യൂർ കോപ്പറിൽ നിന്ന് കോപ്പർ അയോണുകൾ സൊല്യൂഷനിലേക്ക് വിട്ടുകൊണ്ടിരിക്കും. അത് ഇവിടെ വന്ന് 2 ഇലക്ട്രോണുകൾ സ്വീകരിച്ച് കോപ്പറായി ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ആനോഡ് ചെറുതായിക്കൊണ്ടിരിക്കും, കാതോട് വലുതായിക്കൊണ്ടിരിക്കും. ഓക്കെ, ആനോഡ് ചെറുതായിക്കൊണ്ടിരിക്കും, കാതോട് വലുതായിക്കൊണ്ടിരിക്കും. ഏറ്റവും ഒടുവിൽ ആനോഡിൽ ഇമ്പ്യൂരിറ്റീസ് മാത്രം അവശേഷിക്കും. അത് ആനോഡ് മഡ് എന്നറിയപ്പെടും. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് കോപ്പറിന്റെ എക്സ്ട്രാക്ഷൻ. അപ്പൊ റിഫൈനിങ് ടെക്നിക്സ് ഇലക്ട്രോളിറ്റിക് റിഫൈനിങ് ആണ്. ഇനി ഒരു കാര്യം കൂടി കുട്ടികൾ ഓർമ്മ സൂക്ഷിക്കുക. കോപ്പറിന്റെ ലോ ഗ്രേഡ് ഓറാണ് റിസൾട്ട് കാണപ്പെടുന്നതെങ്കിൽ ലോ ഗ്രേഡ് ഓറിൽ നിന്ന് കോപ്പറിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന പ്രോസസ്സിന്റെ പേര് ഹൈഡ്രോമെറ്റലർജി. ഇപ്പൊ ഒരു പ്രദേശത്ത് കാണപ്പെടുന്നത് കോപ്പറിന്റെ ലോ ഗ്രേഡ് ഓർ ആണെങ്കിൽ അതിൽ നിന്നും കോപ്പറിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേര് ഹൈഡ്രോമെറ്റലർജി എന്നാണ്. എന്താണ് ഹൈഡ്രോമെറ്റലർജി? കോപ്പറിനെ ലോ ഗ്രേഡ് ഓറുകളിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന സ്റ്റെപ്പിന്റെ പേര് ഹൈഡ്രോമെറ്റലർജി. അതായത് ലോ ഗ്രേഡ് ഓർ എന്ന് പറഞ്ഞാൽ ആ ഓറിനകത്ത് കോപ്പറിന്റെ അംശം കുറവായിരിക്കും, കോപ്പറിന്റെ എമൗണ്ട് പെർസെന്റേജ് കുറവായിരിക്കും. അപ്പൊ നമ്മൾ അല്ലെങ്കിൽ ഓറിനകത്ത് ഒത്തിരി ഇമ്പ്യൂരിറ്റീസ് ആയിരിക്കും. കോപ്പർ എന്ന് പറയുന്ന ഓറിന്റെ അളവ് കുറവായിരിക്കും. അതെ, ഓറിന്റെ അളവ് കുറവ്, ഇമ്പ്യൂരിറ്റിയുടെ അളവ് ഒത്തിരി കൂടിയിരിക്കുകയും ചെയ്യുന്ന ഓറാണ് ലോ ഗ്രേഡ് ഓർ. ശരി, അവിടെ നമ്മളൊരു സ്യൂട്ടബിൾ സോൾവെന്റ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കോപ്പർ ആ സോൾവെന്റ് ലയിക്കും. അപ്പൊ നിങ്ങളുടെ ആ ലോ ഗ്രേഡ് ഓറാണ്, അതിലെ കോപ്പർ നിങ്ങൾ ആഡ് ചെയ്യുന്ന സ്യൂട്ടബിൾ സോൾവെന്റ് ലയിക്കും. അപ്പൊ സ്യൂട്ടബിൾ സോൾവെന്റ് ലയിച്ച് വരുമ്പോൾ കോപ്പർ അതിൽ അയോൺ ആയിട്ടായിരിക്കും ലയിച്ചിരിക്കുക, Cu2+ ആയിട്ടായിരിക്കും ലയിച്ചിരിക്കുക.
അവിടേക്ക് കുറച്ചുകൂടി റിയാക്റ്റീവ് ആയ ഒരു മെറ്റൽ ഇട്ട് കൊടുക്കും ആ സൊല്യൂഷനിലേക്ക്. അപ്പൊ എങ്ങനെയാ, ലോ ഗ്രേഡ് ഓറിലേക്ക് ഒരു സോൾവെന്റ് ആഡ് ചെയ്യുമ്പോൾ കോപ്പർ അതിൽ ലയിച്ച് ചേരുക കോപ്പർ Cu2+ ഫോമിലായിരിക്കും. അപ്പൊ അതിലേക്ക് ഞാൻ ഹൈലി റിയാക്റ്റീവ് മെറ്റൽ ഇട്ട് കൊടുത്താൽ എന്ത് ചെയ്യും, ആ സൊല്യൂഷനകത്തുള്ള Cu2+ അയോണുകളെ ഹൈലി റിയാക്റ്റീവ് മെറ്റൽ ഡിസ്പ്ലേസ് ചെയ്യും. നമുക്ക് അയൺ 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കും. ആ 2 ഇലക്ട്രോണുകളെ സ്വീകരിച്ച് കോപ്പർ 2+ Cu ആയിട്ട് പുറത്തു വരും. 2 ഇലക്ട്രോണുകൾ വിട്ടുകൊടുത്ത് അയൺ എന്തായിട്ട് മാറും, Fe2+. ഇതുപോലെ ഹൈഡ്രജൻ കൊടുത്താലും മതി. 2 ഇലക്ട്രോണുകൾ കൊടുക്കുമ്പോൾ Cu, ബാക്കി 2H+. കാരണം ഹൈഡ്രജന് പോലും കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ലോ ഗ്രേഡ് ഓർ പ്രസന്റ് ആയിരിക്കുന്നിടത്ത് കോപ്പറിനെ സ്യൂട്ടബിൾ സോൾവെന്റ് ലയിപ്പിച്ച ശേഷം ഹൈലി റിയാക്റ്റീവായ മെറ്റൽ ഉപയോഗിച്ച് ഡിസ്പ്ലേസ് ചെയ്ത് പുറത്തെടുക്കുന്ന പ്രോസസ്സിന്റെ പേരാണ് ഹൈഡ്രോ മെറ്റലർജി. അപ്പൊ ഇങ്ങനെയും കോപ്പറിന്റെ പ്യൂരിഫിക്കേഷൻ എക്സ്ട്രാക്ഷൻ നടക്കാറുണ്ട്. സോ ഇനി നമുക്ക് മെറ്റൽസിന്റെ ആപ്ലിക്കേഷൻ നോക്കാം. നോക്കൂ, കോപ്പർ നിങ്ങൾക്കറിയാം, കോപ്പർ വയറുകൾ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട് അല്ലെ. അതുപോലെ സിങ്കും കോപ്പറും ഡാനിയൽ സെൽ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. നമുക്ക് സിങ്ക് അതുപോലെ അയൺ റോഡിനെ ഗാൽവനൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, തുരുമ്പെടുത്ത് പോകാതിരിക്കാൻ വേണ്ടി അയണിനെ ഗാൽവാനിക് പ്രൊട്ടക്ഷൻ നടത്താൻ പറ്റും. അങ്ങനെ അയണിന്റെ ഗാൽവാനിക് പ്രൊട്ടക്ഷന് വേണ്ടി ആരും ഉപയോഗിക്കാൻ പറ്റും, സിങ്കിന് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അതുപോലെ അലുമിനിയം ഫോയിൽസ് നമ്മൾ ആഹാരങ്ങളൊക്കെ പൊതിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. അലുമിനിയം ഫോയിൽസ് എടുക്കാറുണ്ട്. അതുപോലെ അലുമിനിയം ഇലക്ട്രിക് ലൈൻസ് നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ വൈദ്യുതി കൊണ്ടുപോകുന്ന ലൈൻ കമ്പികൾ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അത് നിർമ്മിക്കാൻ വേണ്ടി അലുമിനിയം ഉപയോഗിക്കാറുണ്ട്. ഗോൾഡ് ഓർണമെന്റ്സ് നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. സിൽവർ ഓർണമെന്റ്സ് നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഏറ്റവും കണ്ടക്ടിവിറ്റി കൂടിയ മെറ്റലാണ് സിൽവർ. അപ്പോ ഇങ്ങനെ മെറ്റൽസിന്റെ എല്ലാ ഉപയോഗങ്ങൾ കൂടി നിങ്ങൾക്കറിയാം. സോ ദാറ്റ് ഓൾ അബൌട്ട് ജനറൽ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ് ഓഫ് ഐസൊലേഷൻ ഓഫ് എലമെന്റ്സ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇത്രയുമാണ് നമ്മൾ പറയുക. മെറ്റൽസിനെ അവയുടെ ഓറിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് എങ്ങനെ എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്കറിയാം, എർത്ത് ക്രസ്റ്റിൽ കാണപ്പെടുന്ന കോമ്പൗണ്ട്സ് മെറ്റൽസ് മിനറൽസ് എന്നറിയപ്പെടും. അതിലേത് മിനറൽ നിന്നാണോ എളുപ്പത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും മെറ്റലിനെ വേർതിരിക്കാൻ പറ്റുക അതിനെ വിളിക്കുന്ന ഒരു ഓർ എന്നാണ്. ഓറിൽ നിന്ന് മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക 4 സ്റ്റെപ്പുകൾ വഴിയാണ്. ഫസ്റ്റ് വൺ ക്രഷിംഗ് ആൻഡ് പൗഡറിംഗ്. സെക്കൻഡ് വൺ നിങ്ങൾക്കറിയാം കോൺസെൻട്രേഷൻ, ഓറിന്റെ അളവ് കൂട്ടുന്ന കോൺസെൻട്രേഷൻ. തേർഡ് വൺ ഓറിൽ നിന്ന് മെറ്റലിനെ വേർതിരിച്ചെടുക്കുന്ന എക്സ്ട്രാക്ഷൻ. ഫോർത്ത് വൺ മെറ്റലിനെ പ്യൂരിഫൈ ചെയ്യുന്ന റിഫൈനിങ്. അപ്പൊ അവസാനമായി നമ്മൾ ഈ മെറ്റൽസിന്റെ ഉപയോഗം കൂടി പഠിച്ചു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നന്നായി കണ്ടുപിടിക്കുക. സീ യു ആൾ. താങ്ക് യു.